ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കാണാൻ പോകുന്നത് ഒരു ന്യൂ ചൈനീസ് ഡ്രാമയാണ് കേട്ടോ. ഡ്രാമയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ ഡ്രാമയിലെ ഹീറോനാണ്. ഇവനാണെങ്കിൽ ഇവൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് കുറച്ച് ക്ലോസ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോൻ്റെ വൈഫാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹീറോൻ്റെ വൈഫ് എന്ന് വെച്ചാൽ വേറെ ആരല്ല, നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. ഇവളാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇവൾക്ക് നല്ല വിഷമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇത് കണ്ടത് നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട് കേട്ടോ. അതായത് അവർ തമ്മിൽ കിസ് എന്തൊക്കെയാണ് ഇവൾ കണ്ടിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് ഇവനും അവളെ കാണിക്കാൻ വേണ്ടി വീണ്ടും ഇവളായിട്ട് ക്ലോസ് ഒക്കെ ആവണം കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ഇവൾക്ക് ആകെ വിഷമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വന്ന് ഹീറോയിൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വരേണ്ട ആ സമയത്താണെങ്കിൽ ഇവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ പേര് യോ എന്നാണ്. അവൾ പറയാണ്, സിസ്റ്ററിലോ നീ തെറ്റിദ്ധരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇവൻ്റെ അടുത്ത് വന്ന് ക്ലോസ് ആവേണ്ട. അപ്പോൾ ഈ സമയത്ത് ഇവളെ ടച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ അത് കണ്ട് ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ട് ഇവള് പറയാണ്, ഞാൻ മെഡിസിൻ തരാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ മെഡിസിൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ആ മെഡിസിൻ തട്ടി കളയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, നീ ഇതിനെപ്പോൾ മെഡിസിൻ കൊണ്ടുവന്ന് ചോദിക്കണ്ടേ, നീ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു കേക്ക് ഷോപ്പ് നടത്തുന്ന പെണ്ണാന്നൊക്കെ പറഞ്ഞാൽ ഇവളെ അപമാനിക്കേണ്ടത്. ഈ സമയത്താണെങ്കിൽ ഫ്രണ്ട്സൊക്കെ അത് കണ്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗേൾ ഫ്രണ്ടിനും ചിരി വരണമൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ നേരത്ത് പോയ മെഡിസിൻ ഉണ്ടല്ലോ, അതാണെങ്കിൽ അവൾ പെറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഉണ്ടല്ലോ, അവന് ഒരു സർജറി നടക്കുന്നുണ്ടായിരിക്കും. ആ സമയത്ത് ഇവന് മെമ്മറി ലോസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, മെമ്മറി ലോസ് ആയാലും നീ എന്നെ വീട്ടിൽ പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഇവളെ ഒന്ന് വാക്ക് മേടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോയിനെ ആലോചിക്കുന്നത്. എന്നിട്ട് ഇവള് കരഞ്ഞുകൊണ്ട് ആ മെഡിസിൻ എടുത്ത് പറക്കുന്ന സമയത്ത് ഇവ വീണ്ടും കാലുകൊണ്ട് തട്ടി കളയണം. എന്നിട്ട് പറയാണ്, ഇവിടെ ആരും ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഇവിടുന്ന് പോകാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് ക്ലോസ് ആവണുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കണ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വീണ്ടും വിഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ പറയാണ്, ഇതിന് നീ എന്തായാലും റിഗ്രറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, റിഗ്രറ്റോ ഞാനും ചൂക്കിന് കേട്ടോ, നിന്നെപ്പോലെ ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ അടുത്ത് മോശമായിട്ട് ഇവളടുത്ത് ബിഹേവ് ചെയ്യില്ല. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും ഒന്നും തിരിച്ചും പറയാണ്ട് ഇവളാണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ ചിരിച്ചിട്ട് പറയാണ്, എനിക്കിത് തന്നെ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിന്നെ വിശ്വസിച്ച് നിൻ്റെ കൂടെ വന്നതിന് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കലണ്ടറിൽ ഡേറ്റൊക്കെ ഇങ്ങനെ എഴുതി വെക്കേണ്ട ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെയും ഒരു പണ്ടത്തെ ഫോട്ടോ കാണുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് കഴിഞ്ഞിട്ട് ഇവളും ആലോചിക്ക് എന്തോ തിങ്ക് ചെയ്യണം. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ്റെ കോട്ടൊക്കെ ഊരി വെക്കാൻ പോകേണ്ട ഈ ടൈമിൽ ഇവൻ പറയുകയാണെങ്കിൽ എനിക്ക് നിൻ്റെ ഹെൽപ്പൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളെ വീണ്ടും അപമാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഇത് നിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ബോക്സ് ഉണ്ടല്ലോ, അതായത് ഇവരെ പണ്ടത്തേതായിരിക്കും, അത് കൊടുക്കുമ്പോൾ ഇവനാണെങ്കിൽ അതെടുത്ത് വീക്കളയുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, ഇതുപോലത്തെ ചീപ്പ് ട്രിക്കായിട്ട് നീ എൻ്റെ കൂടെ എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ വീണ്ടും ആ സാധനമൊക്കെ എടുത്ത് കത്തിച്ച് കളയുന്നുണ്ട് ഡയറൊക്കെ. ഇത് കണ്ട് ഇവൾക്ക് ഭയങ്കര വിഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കൊക്കെ ആലോചിക്കാൻ കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും ഹീറോയ്ക്ക്. എന്നിട്ട് ഇവൻ ടേസ്റ്റ് ചെയ്തിട്ട് നല്ല രസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി കാര്യങ്ങളൊക്കെയാണ് അവൾ ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ചെറുതായിട്ട് മെമ്മറി ഒക്കെ വരുന്ന പോലെ തോന്നുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റ് ആ പെണ്ണ് വന്നിട്ട് പറയാണ്, നമുക്ക് ഒരു കൊളാബറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഗ്രൂപ്പിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നോക്കി അവൾ അവിടെ നിന്ന് കരയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ ഷോപ്പിലേക്ക് വരുന്നുണ്ട് കേട്ടോ. സമയത്താണെങ്കിൽ അവളൊരു കേക്ക് ഇങ്ങനെ റെഡിയാക്കാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നെക്സ്റ്റ് ഹീറോയിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ പേര് ഗൂ എന്നാണ്. ഗൂ വന്ന് കഴിഞ്ഞിട്ട് പറയാണ്, എനിക്കൊരു കേക്ക് ഓർഡർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗൂ പറയാണ്ട്, എനിക്ക് നിങ്ങളറിയാമെന്ന് പറയണ്ടേ. ആക്ച്വലി നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ലോയർ ആയിരിക്കുമല്ലോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവന് കാർഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇവനിങ്ങനെ പോകുന്നതാണെങ്കിൽ നമ്മുടെ ലീനിന് കാണുന്നുണ്ടോ നമ്മുടെ ഹീറോ. ഇവനാണെങ്കിൽ ചോദിക്കുകയാണ് ഇതാരാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, അതെൻ്റെ കസ്റ്റമറാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വീണ്ടും ഫ്ലാഷ് ബാക്ക് ആലോചിക്കണം കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, എൻ്റെ ഈ രോഗമൊക്കെ റിക്കവറായി കഴിഞ്ഞിട്ട് നിനക്ക് നല്ലൊരു പൊസിഷൻ ഞാൻ കമ്പനിയിൽ തരാമെന്ന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ ആലോചിക്കുന്നത് കേട്ടോ. ഈ ഒരു പൊസിഷൻ നമ്മുടെ ഹീറോയിന് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല, പകരം ആ പെണ്ണിനായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ, അവൻ്റെ ഗേൾ ഫ്രണ്ടിന്. എന്നിട്ട് അതോർത്തിട്ട് ഇവളും ഭയങ്കരമായിട്ട് ഫീലായിട്ട് ഇരിക്കേണ്ട. ആ സമയത്താണെങ്കിൽ ആ പെണ്ണ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വീണ്ടും മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവള് പറയാണ്, എൻ്റെയും ഹീറോയിൻ്റെയും മാരേജ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ കുറച്ച് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അത് നോക്കി കഴിഞ്ഞിട്ട് പറയാണ്, നീ എന്നെ ചീറ്റ് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവള് സംസാരിക്കാൻ കേട്ടോ. ഒരു 5 വർഷക്കാലം നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് വേസ്റ്റ് ആയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് ഭയങ്കര ഫീലോട് കൂടി പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഹീറോയ്ക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഓർമ്മയില്ല. അതായത് സർജറി കഴിഞ്ഞതിന് ശേഷം അവനെ മെമ്മറി ലോസ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവൻ്റെ വിചാരം അവൻ്റെ കൂടെയുള്ള പെണ്ണുണ്ടല്ലോ അവളാണ് അവൻ സ്നേഹിച്ചെന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ ക്രൂരായിട്ടും പീഡിപ്പിക്കുന്നത് കേട്ടോ. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നീ കൂടുതൽ സാഡ്നെസ് ഒന്നും അഭിനയിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ എങ്ങനെ എൻ്റെ വൈഫ് എന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഇവ സംസാരിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും ഒന്നും പറയണമെന്നില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നീ വേണമെങ്കിൽ വീട്ടിലേക്ക് വാന്ന് പറഞ്ഞിട്ട് ഹീറോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പോണില്ല. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട് അന്ന് നീ അവിടെ തന്നെ നിന്നൊന്ന് പറയണ്ട. ആ സമയത്താണെങ്കിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ മൈൻഡ് ചെയ്യേണ്ട ആ പെണ്ണിനും കൊണ്ട് പോകണ്ടായിരിക്കും. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഗൂവാണെങ്കിൽ കുട കൊണ്ട് വരുന്നുണ്ടായിരിക്കും നമ്മുടെ ഹീറോയിൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കേണ്ടത് ഇത് നീയല്ലെന്ന് ചോദിച്ചിട്ട് ഇവളാണെങ്കിൽ അവൻ്റെ മേലിൽ വീഴുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവൾ ഉറക്കണമെങ്കിൽ ടൈമിൽ ഗൂവിൻ്റെ വീട്ടിലായിരിക്കും. എന്നിട്ട് അവൾ ചുറ്റും നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ഗൂന കാണുന്നുണ്ട് കേട്ടോ. അത് ഗൂന കാണുന്ന സമയത്ത് ഇവളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇവൾ ഇങ്ങനെ ചോദിക്കണം എൻ്റെ ഡ്രസ്സ് ആരെ ചേഞ്ച് നോക്കുമ്പോൾ അവിടുത്തെ സെർവൻറ്റ് പറയും ഞാൻ ചേഞ്ച് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും ആശ്വാസമാവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗൂവാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറാണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഗൂവിൻ്റെ ഓഫീസിൽ ഗൂന്ന് പറയുന്നത് നല്ലൊരു ബിസിനസ് മാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനോട് പറയുന്നത് നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ കമ്പനിയുടെ ഒരു ബാഡ്ജ് ഉണ്ട് അത് നമ്മുടെ ഹീറോയിന് കൊടുക്കേണ്ടി കേട്ടോ. എന്നിട്ട് പറയാണ് നീ ഒരിക്കലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തം കാലം നിൽക്കുന്നു പറഞ്ഞിട്ട് ഇവൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും തിങ്ക് ചെയ്യുന്നുണ്ട് എന്തോ. അത് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഗൂവാണെങ്കിൽ ഇവിടെ വീട്ടിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ലിന്ന് കാണുന്നുണ്ട്. ലിന്ന് കണ്ടിട്ട് ചോദിക്കുന്നത് ഇത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ കൈമ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പുതിയ കാമുകനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിന് ദേഷ്യം വന്നിട്ട് ഇവളാണെങ്കിൽ അവനിട്ട് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ് നമുക്ക് ഡിവോഴ്സ് ആവാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുന്നുണ്ട്. കാരണം സഹിക്കാതിൻ്റെ പരമാവധി അവൾ സഹിച്ചു, ഇനി അവൾക്ക് സഹിക്കാൻ പറ്റില്ല. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇവളെ തിങ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലിന്നിനെ എന്തോ പോലൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇവിടെ ചെറുതായിട്ട് മിസ്സൊക്കെ ആവാൻ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ റൂമാണെങ്കിൽ അവൻ തുറക്കാൻ പോകേണ്ട ടൈമിൽ കറക്റ്റ് ആ പെണ്ണ് വന്നിട്ട് പറയാണ് നമുക്ക് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് ഒരു ഫംഗ്ഷനാണ്. ഇതിലാണെങ്കിൽ ഈ നമ്മുടെ ഹീറോയിൻ ഡെലിവറി ചെയ്ത മാംഗോ കേക്കിൽ പോയിസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നീ യോനെ കൊല്ലാൻ നോക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കേണ്ടി. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ യോ ആണെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതായത് എനിക്ക് തീരെ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പറയുകയാണെ നീയാണ് ഇവിടെ പോയിസ് വെച്ച് കൊല്ലാൻ നോക്കിയത്. ആക്ച്വലി നമ്മുടെ ഹീറോൻ്റെ ലവർക്കാണെങ്കിൽ മാംഗോ കേക്ക് അലർജി ആണെന്ന് അവനറിയാം. പക്ഷെ അവൻ്റെ വിചാരം അവൻ്റെ ലവർ യോ എന്ന് വിചാരിച്ചിട്ട് അവൻ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിന് മാംഗോ കേക്ക് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവളാണെങ്കിൽ ഇവൻ കൊടുക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവൾക്ക് ഇത് കഴിച്ചാൽ അലർജി വരുന്നുണ്ട്. ആ സമയത്ത് ഇവളാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോയിനെ ആലോചിക്കുന്നത്. നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ ഈ കേക്ക് മൊത്തം തിന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കൊണ്ട് ആ കേക്ക് അവൻ തീറ്റിക്കുന്നുണ്ട് കേട്ടോ. പാവ ഹീറോയിൻ ആ കേക്ക് കംപ്ലീറ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ. അവൾ കരഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കംപ്ലീറ്റ് കഴിച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ അതുപോലെ ആ പെണ്ണിനൊക്കെ ഭയങ്കര ഹാപ്പി കേട്ടോ. അത് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ മുഖത്താണെങ്കിലല്ലോ അലർജി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ വിചാരിക്കുന്നുണ്ട് എനിക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ട് വീണ്ടും അങ്ങനെ ഫ്ലാഷ് ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫേസൊക്കെ പോലെയൊക്കെയാണ് അവന് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവന് വയ്യാത്ത പോലെ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവനാണെങ്കിൽ അവളെ ഫോളോ ചെയ്ത് പോകാൻ നോക്കുന്ന സമയത്ത് കറക്റ്റ് അയ്യോ ഉണ്ടല്ലോ അവൾ വന്ന് കഴിഞ്ഞിട്ട് പറയണേ എനിക്ക് തീരെ വയ്യാലി എന്ന് പറഞ്ഞ് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ആക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആംബുലൻസിന് കോൾ ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനെ അവിടേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഹീറോ ആണെങ്കിൽ ആ യോനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഈ സമയത്താണ് നമ്മുടെ ഗുവ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് വീണ്ടും നീ എന്നെ രക്ഷിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് സംസാരിക്കേണ്ടത്. ഈ സമയത്താണെങ്കിൽ ഫീവർ ഉണ്ടോ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കൈ തട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗൂ പറയേണ്ടി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നീ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗൂ പറയേണ്ടി ഇനിയെങ്കിലും നിനക്ക് ഞാൻ എൻ്റെ കമ്പനിയിൽ വന്ന് പ്രവർത്തിച്ചോളും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ തിങ്ക് ചെയ്തിട്ട് ശരിയാന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ കറക്റ്റ് നമ്മുടെ ലിന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ പറയുകയാണ് അല്ലെങ്കിൽ എനിക്കറിയാം നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്, നിനക്ക് മാംഗോ കേക്ക് കഴിച്ചാൽ അലർജിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ നീ യൂവിനെ കൊല്ലാൻ നോക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ഇവൻ യൂവിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ പറയുന്നുണ്ട് നീ നിൻ്റെ ഭാര്യനെ ഒന്ന് കയറണേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് സംസാരിക്കണം. ഈ സമയത്ത് ഇവൻ പറയുന്നുണ്ട് ഞങ്ങൾ ഹസ്ബൻഡ് വൈഫ് നമ്മളുടെ പ്രശ്നം നീ ഇടപെടണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ കൂടി സൈൻ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോ വന്ന് കഴിഞ്ഞിട്ട് അവളുടെ റൂമിൽ നോക്കുമ്പോൾ അവളെ വെഡിങ് മോതിരം ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇവനൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. ഇവൻ പറയണം ആക്ച്വലി അവൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് ഈ പെണ്ണ് വരുന്നുണ്ട്. എത്തി ഇവിടെ വന്നിട്ട് പറയാണ് എന്തായാലും നന്നായി എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും ഡിവോഴ്സ് ആവേണ്ടതല്ലേ, എന്നിട്ട് നമുക്ക് മാരേജ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോനെ മൈൻഡ് ചെയ്യാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇവള് പറയാണ് ഇനി ഇവന് ഫീലിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അവളോടൊന്നൊക്കെ ഇവള് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതായത് മെമ്മറി തിരിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ കള്ളത്തരം കംപ്ലീറ്റ് പൊളിയല്ലോ. ഇവളാണെങ്കിൽ ഇവന് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് കുറച്ച് സ്പേസ് ഫുഡായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സെർവനറ്റ് പറയുന്നുണ്ട് സാറിന് ഇപ്പോൾ സർജറി കഴിഞ്ഞ കാരണം സ്പേസ് ഫുഡൊന്നും കഴിക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് ഈ പെണ്ണിനൊന്നും അറിയില്ലല്ലോ കറക്റ്റ്. നമ്മുടെ ഹീറോയിനായിരിക്കും എല്ലാ
കാര്യങ്ങളും ചെയ്യാതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത് നെക്സ്റ്റ് ടൈം ശ്രദ്ധിച്ചാൽ മതി പറയുന്നത്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ അതുപോലെ തന്നെ നമ്മുടെ ഊനാണ് കാണിക്കുന്നത് കേട്ടോ. അവർ ബിസിനസ്സുകാരമായി ചർച്ച ചെയ്യണം. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഇന്നും അതുപോലെ ആ പെണ്ണ് വന്നിട്ട് എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നത് നീ വീട്ടിലേക്ക് വാന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ ദേഷ്യം വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്തിനാ വീട്ടിലേക്ക് വരാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്ത് സ്ഥാനം അവിടെ ഉള്ളതെന്ന് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ വായോ അല്ലെങ്കിൽ നിന്നെ കൊണ്ടുപോയി എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഇവ സംസാരിക്കേണ്ട. ആ സമയത്ത് കറക്റ്റ് ഇവനാണെങ്കിൽ ഒരു ക്ലാസ്സിലൂടെ എടുത്ത് അവൻ്റെ മൂത്തിക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് അവനൊന്ന് ഷോക്ക് ആവേണ്ട. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ് നമ്മുടെ റിലേഷനൊക്കെ അവസാനിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് എനിക്ക് തരണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ പെണ്ണ് മോതിരം കാണിച്ചു കൊടുത്തിട്ട് പറയുന്നത് ഞങ്ങൾ മാരേജ് ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിന് ലൈറ്റായിട്ടൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഓൾറെഡി അറിയാലോ കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറഞ്ഞിട്ട് ഇവരടുത്ത് സംസാരിച്ചിട്ട് കാറിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഊനാണെങ്കിൽ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോ ഫോളോ ചെയ്ത് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പെണ്ണ് വിചാരിക്കുകയാണ് ഇവളെന്താ അവനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിലേക്കാണെങ്കിൽ നമ്മുടെ ഹീറോ വരുന്നുണ്ട് കേട്ടോ. ആ ഹീറോ വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ചോദിക്കേണ്ടത് നീ എന്തിനെ ഇപ്പോൾ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുകയാണ് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് നീ ഇപ്പോൾ താമസിക്കുന്ന പ്ലേസ് കണ്ടുപിടിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ അകത്തേക്ക് വരുന്നുണ്ട്. ഇവനാണെങ്കിൽ ലഗേജ് കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയാണ് ഇത് പ്ലേസ് കണ്ടിട്ട് സ്മോളായിട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നത് നീ ഇതിന് എൻ്റെ കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞത് എനിക്ക് ഇതിൻ്റെ യോൻ്റെ കാര്യം അന്വേഷിക്കാൻ മതില്ലെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ പറയുന്നത് നമ്മൾ റിലേഷനൊക്കെ അവസാനിച്ചില്ല പിന്നെ നീ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് വരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനും കേൾക്കാണ്ട് ആ തിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു സ്ഥലത്ത് കബോർഡിൽ വെക്കാൻ നോക്കിയിട്ട് ആ സമയത്ത് 2 ഡോളിനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡോളിനെ കാണുമ്പോൾ അതിന് ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. ഈ ഡോളാണെങ്കിൽ നമ്മുടെ ഹീറോയിന് നമ്മുടെ ഹീറോ കൊടുത്തതായിരിക്കും കേട്ടോ. അതായത് സൂക്ഷിച്ച് വെക്കാൻ പറഞ്ഞിട്ട് ഒന്ന് നീ ഒന്ന് ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് എപ്പോഴും നിൻ്റെ കയ്യിലുണ്ടായിരിക്കും നമ്മുടെ മെമ്മറി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഫ്ലാഷ് ആയിട്ട് അവൻ ആലോചിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇവൻ എന്തോ മെമ്മറി പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവൻ പറയുന്നത് ഇതെന്താ ഇവളെ കുറിച്ച് ഇങ്ങനെ ആലോചന വരുന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവനെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡോള് കാണിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ദേഷ്യം വന്നിട്ട് അതാണെങ്കിൽ നിലത്ത് വീണ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അവനാണ് നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നീ വെറുതെ എൻ്റെ ടൈമിൽ എൻ്റെ പിന്നാലെ നടന്ന് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നീ പോയിട്ട് യോൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞുള്ള റിലേഷനൊക്കെ എല്ലാം അവസാനിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൾ ആ ഡോർ ക്ലോസ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനും അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇവൻ നേരെ വരുന്നത് നമ്മുടെ യോൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അവൻ എന്തൊക്കെ സംശയം ഇവൻ പറയുന്നത് സത്യം അറിയാം മാംഗോ കേക്കിൽ ആരാണ് പോയിസൺ കളഞ്ഞ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ യോ ആണെങ്കിൽ പറയുന്നുണ്ട് സോറി എനിക്കൊരു തെറ്റായിട്ടുള്ള റോങ് ആയിട്ട് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ പറയേണ്ടത് ഇത് മേലെ ഇനി റിപ്പീറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണ് പറയാണ് അവനെ വളച്ചെടുത്തെന്നൊക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിന് മൂന്നാണ് കേട്ടോ. ഇവരാണെങ്കിൽ ഒരു കൊളാബറേഷന് പോകണം. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ നല്ല ഡ്രസ്സൊന്നും ഉണ്ടായിരിക്കില്ല. എന്നിട്ട് ഇവിടെ പറയുന്നത് എൻ്റെ കയ്യിൽ ഇതുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമ്മുടെ പൂ പറയുന്നുണ്ട് ഞാൻ നിനക്കൊരു ന്യൂ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സാണ് ഇവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ അവൻ പറയുന്നത് ഇത് നീ ഇട്ടുകൊണ്ട് വരാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇത് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളെ ഗ്ലാമർ നോക്കി കഴിഞ്ഞ് ഇവൻ കുറച്ച് നേരം അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ആ ഫംഗ്ഷൻ സ്റ്റാർട്ട് ആവണം. അവിടേക്കാണെങ്കിൽ നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ അവൻ്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് ഫേമസ് ആയ ലോയേഴ്സും അതുപോലെ ബിസിനസ് ആൾക്കാരൊക്കെയാണ് അവിടേക്ക് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് എല്ലാവരും ഉണ്ടല്ലോ അവിടെ എമില എന്ന് പറഞ്ഞ ഒരു വ്യക്തിനാണ് കേട്ടോ സംസാരിക്കുന്നത്. എമില എന്ന് പറയുന്നത് ഫേമസ് ലോയറാന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിനും എൻ്റർ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാണ്. ഇവളെന്തിനെ എവിടെ നിന്നാണ് ചിന്തിക്കണത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതാരായി പെൺകുട്ടി എന്ന് ചോദിക്കാൻ കേട്ടോ മറ്റുള്ള ആൾക്കാർ. അപ്പോൾ ഈ നമ്മുടെ പറയണേ അവൾ നമ്മുടെ ഹീറോൻ്റെ വൈഫാണെന്ന് പറഞ്ഞിട്ട് ഒരു ഹൗസ് വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പുച്ഛിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പറഞ്ഞ ഹൗസ് വൈഫിന് എന്താ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കണം. ഇതൊക്കെ VIP മീറ്റിംഗ് അല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയും പറയാണ് നിനക്ക് എന്നെക്കുറിച്ച് എന്താ അറിയാമെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ യോൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറഞ്ഞ് നീ എൻ്റെ വൈഫല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നല്ല രീതിയിൽ അപമാനിക്കേണ്ടല്ലോ. അവർ ആ സമയത്ത് കറക്റ്റ് നമ്മുടെ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത്. ആക്ച്വലി ഇവിടെ ലോയർ ആയിരിക്കും. ഇവളുടെ പേരാണ് എമിലി കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ഈ പെണ്ണ് ഷോക്കാവുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള ആൾക്കാർ ഷോക്കാവുന്നുണ്ട്. നമ്മുടെ ഹീറോയും ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഇവിടെ പറയണത് ഇത് ഒരിക്കലും നടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും വന്നിട്ട് സ്പീച്ച് കൊടുക്കുകയാണ്. എൻ്റെ പേരാണ് എമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ സംസാരിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണ് ഈ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പ്രൊജക്റ്റ് ആണെങ്കിൽ അവിടുത്തെ കൊളാബറേഷൻ വന്ന സാറിനാണെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ഈ പ്രൊജക്റ്റ് ഞാൻ അപ്രൂവൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഓഫീസായിട്ട് കൊളാബ് ചെയ്യാൻ എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞിട്ട് ഇയാൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഈ പെണ്ണിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം ഈ പെണ്ണ് ആക്ച്വലി ഇതിന് വന്നതായിരിക്കും, പക്ഷേ ഇവൾക്ക് കിട്ടില്ല. എന്നിട്ട് ഇവളാണെങ്കിൽ വന്നിട്ട് ആകെ സാഡായിട്ട് ഇയാളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആലോചിക്കുകയാണ് അപ്പോൾ ഇവളായിരുന്നു എമിലെന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ 3 പേര് നിൽക്കുന്നതാണ് നമ്മുടെ പൂവും അതുപോലെ ഹീറോയിനും ആ കൊളാബ് ചെയ്യാൻ വന്ന ആ പേഴ്സൺ കേട്ടോ.
അങ്ങനെ അവർ സൈൻ ചെയ്ത് പോകേണ്ട ഈ ടൈമിൽ ഈ പെണ്ണ് വന്നിട്ട് ഇയാളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇയാൾ പറയുന്നുണ്ട് ഓൾറെഡി നമ്മുടെ ഹീറോയിൻ്റെ പ്രൊജക്റ്റ് അപ്രൂവൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, നിങ്ങളത്ര പെർഫെക്റ്റായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാളാണെങ്കിൽ അവിടെ നിന്ന് പോകട്ടെ. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ലൈറ്റ് അടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, നീയാണ് എമിലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയേണ്ടത് അതേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി വെറുതെ നീ എൻ്റെ പിറകിൽ കൂടെ വരണമെന്ന് പറയുന്നുണ്ട്, എനിക്ക് എത്ര വേഗം ഡിവോഴ്സ് തരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഡിവോഴ്സ് കിട്ടി കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെതായ ലൈഫ് റൺ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിന് ഡിവോഴ്സ് തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിനെ ബോധം കെട്ട് വീണ്ടും. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ വൂവും അതുപോലെ ഹീറോയിനും ഷോക്കാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോയിനും അതുപോലെ വൂ വന്നിട്ടുണ്ടായിരിക്കട്ടെ. ഇവളെ കാണുന്ന സമയത്ത് നമ്മുടെ യു ആണെങ്കിൽ ഇവളെ അടിക്കാൻ നോക്കണ്ട. ആ സമയത്ത് നമ്മുടെ വൂ വന്ന് തടഞ്ഞിട്ട് പറയണേ നീ എന്തിനാ ഇവളെ അടിക്കണേ, അതിനുള്ള അവകാശം നിനക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ചെറുതായിട്ട് ബോധം വരുന്ന പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണ് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് നല്ല കാര്യത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ നിക് നെയിമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ആ പേര് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഈ പെണ്ണാണെങ്കിൽ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ പെണ്ണാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് ആ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡോക്ടറാണെങ്കിൽ ഉണ്ടല്ലോ ഈ പെണ്ണിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ മെമ്മർ തിരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ഡോക്ടറാണെങ്കിൽ ഒരു മെഡിസിൻ കുറിപ്പ് എഴുതി കൊടുക്കണം. എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ മെഡിസിൻ റെഗുലറായിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പെട്ടെന്ന് അവൻ്റെ മെമ്മറി റിക്കവർ ചെയ്തെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കേണ്ടത്. ഈ പെണ്ണാണെങ്കിൽ ഉണ്ടല്ലോ ആ മരുന്ന് കൊടുക്കാണ്ട് പകരം മെമ്മറി ലോസ് ആവണ മരുന്ന് വാങ്ങി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഇനി നമുക്കിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഊവിൻ്റെ അടുത്ത്. ആ സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഫ്ലാഷ് ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ഹീറോ മാരേജ് ചെയ്തതും അതുപോലെ അവർ കിസ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ പറയാണ് ഇവളാണോ ഞാൻ മാരേജ് ചെയ്തത്, ഇവളാണ് എൻ്റെ ലവർ എന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റ് ഈ പെണ്ണ് വന്നിട്ട് ആ മെമ്മറി ലോസായി മെഡിസിൻ ഉണ്ടല്ലോ അവിടുത്തെ സിസ്റ്ററിൽ കൊടുത്തിട്ട് പറയാണ് അതെൻ്റെ ഹസ്ബൻഡാണ്, ഒന്ന് കൊടുക്കും, ഞാൻ കൊടുത്ത് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സിസ്റ്ററിൽ കൊടുക്കണം. അങ്ങനെ ആ സിസ്റ്റർ നമ്മുടെ ഹീറോയ്ക്ക് ആ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അത് അവൻ കഴിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇവളും പറയുകയാണെങ്കിൽ എനിക്ക് മെമ്മറി ഒരിക്കലും തിരിച്ച് കിട്ടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനെയും അതുപോലെ ഊനാണ് കാണിക്കുന്നത് കേട്ടോ. ഇവരാണെങ്കിൽ ഡിവോഴ്സിന് വന്നേക്കാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഊവാണെങ്കിൽ 4 ഡ്രിങ്ക്സ് ഇവൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ 4 സ്ട്രോങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ച് ചോദിക്കണം ഇത് എന്തിനാ ഇത്ര എനിക്കും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഊവും പറയണേ ഇതൊക്കെ നിനക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കേണ്ട. ഈ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയും അതുപോലെ യൂവും വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവള് പറയാണ് പെട്ടെന്ന് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ ഡിവോഴ്സിന് പോകുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ സൈൻ ചെയ്യണില്ല. എന്നിട്ട് ഇവള് പറയാണ് പെട്ടെന്ന് സൈൻ ചെയ്യുന്നു പറയുന്നുണ്ട്, എനിക്ക് പോയിട്ട് അർജൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ സമയത്ത് ഇവനാണെങ്കിൽ എനിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഹീറോയിനെ അവൻ്റെ പേര് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് പെട്ടെന്ന് സൈൻ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവനൊരു കാര്യം ആലോചിക്കുകയാണ്. നമ്മുടെ യു എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ അവൻ്റെ ഗേൾ ഫ്രണ്ട്, അവളാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരിക്കും. ആ കാര്യം ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി അവർ രണ്ടുപേരും ഡിവോഴ്സ് ആവാണ്. ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് വേഗം പോകുന്നുണ്ട് കേട്ടോ. ഹീറോ ആണെങ്കിൽ ആകെ സൈലൻ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനും അതുപോലെ കൂടിയിട്ട് അവളെ കേക്ക് ഷോപ്പ് ഉണ്ടല്ലോ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്തുണ്ടല്ലോ ഇവൾക്ക് നല്ല ഫീലൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ഇവരെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ലിന്നു വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോനെ കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഹീറോ ഫ്ലാഷ് ബാക്ക് ആലോചിക്കേണ്ടത്, അതായത് നമ്മുടെ ഹീറോയിന് ഒപ്പുണ്ടായിരുന്ന കുറച്ച് മൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ കേക്ക് ഷോപ്പ് തന്നെ അവൾ ഓപ്പൺ ചെയ്ത് ഹീറോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ അവ ആലോചിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ എന്തൊക്കെ മെമ്മറി പോലെ വരുന്നുണ്ട് കേട്ടോ. ഇവൻ പറയാണ് ഏതാണ് ശരിക്കും മെമ്മറി, ഇവളായിരുന്നു ഞാൻ സ്നേഹിച്ചെന്നൊക്കെ അവൻ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവർ ക്ലോസ് ആയി നിൽക്കുന്നത് കാണുമ്പോൾ ഇവന് ചെറുതായിട്ട് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരവിടെ നിന്നിട്ട് ഞാൻ നിന്നെ ലോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിനുശേഷം നമ്മുടെ ഹീറോ വീണ്ടും ഹോസ്പിറ്റലാവാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഡോക്ടർ പറയാണ് എന്താ ഇയാൾക്ക് ഇങ്ങനെ സംഭവിച്ചെന്നറിയില്ല, ഞാൻ തന്നെ മെഡിസിൻ കൊടുത്തില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പം മെമ്മറി റിക്കവർ ആവേണ്ട ടൈം ആയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഈ പെണ്ണാണെങ്കിൽ പുറത്തേക്ക് പോകേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോനെ ഡോക്ടറെ കൈ പിടിച്ചിട്ട് പറയാണ് ഏത് മെഡിസിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മെമ്മറി പെട്ടെന്ന് റിക്കവർ ആവുമെന്നൊക്കെ ചോദിക്കണം. ആ സമയത്ത് ഡോക്ടറും പറയുന്നുണ്ട് ഈ ടൈമിൽ റിക്കവർ ആവേണ്ടതായിരുന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ വൈഫിനെ കൊടുത്തിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു മെഡിസിൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഡോക്ടർക്ക്. എന്നിട്ട് ആ മെഡിസിൻ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇതാണോ മെഡിസിൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് ഇതല്ല മെഡിസിൻ, ഇത് ആക്ച്വലി മെമ്മറി ലോസ് ആണ് മെഡിസിൻ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഏറെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ആ മെമ്മറി റിക്കവർ ആണ് മെഡിസിൻ തരാൻ പറയുന്നുണ്ട്. അവൾ അറിയണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ഓക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ആ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ റിയൂണിയാണ് കാണിക്കുന്നത് കേട്ടോ കോളേജിൽ. ആ സമയത്ത് നമ്മുടെ ഹീറോ വന്നിട്ടുണ്ടായിരിക്കും. കാര്യം ഇവർ ഒരുമിച്ച് അവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കുക. ഇവരെ കണ്ട് ഇവളൊന്ന് ഷോക്ക് ആവേണ്ട. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഇവിടെ ഫ്രണ്ട്സൊക്കെ പറയുകയാണ് നിങ്ങൾ ഇവിടുത്തെ നല്ല ബ്യൂട്ടിഫുൾ കപ്പിളാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ജലസി ഫീൽ ആവണമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനും പറയാണ് ഞങ്ങൾ ഡിവോഴ്സായെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ
ഇത് കേൾക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഞെട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ലവ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഡീപ്പായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവർ ഡിവോഴ്സ് എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെന്ന് അവിടെ നിന്ന് എനിക്കുണ്ട്. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ വരുന്നുണ്ട് കേട്ടോ. അവൾ വന്നിട്ട് പറയാണ് സത്യമാണ് ഇപ്പം ഇവൻ്റെ വൈഫ് ഞാനാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കേണ്ടി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ദേഷ്യം വന്നിട്ട് പറയണം അവൻ്റെ വൈഫ് അതിനവൾ എന്തേ വിളിച്ചത് എനിക്ക് കോളേജ് ചോദിക്കേണ്ടത്. ഈ സമയത്ത് ഇവള് പറയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കേണ്ടി കേട്ടോ. അത് നമ്മുടെ ഹീറോയിൻ്റെ കുട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ കുട്ടി ഉണ്ടാവില്ല, പിന്നെ എങ്ങനെയാണ് നീ ഹീറോയിൻ്റെ കുട്ടീനെ പ്രഗ്നൻ്റ് ആവുമെന്ന് ചോദിക്കേണ്ടത്. ഈ സമയത്താണെങ്കിൽ അവൾ ഫ്രണ്ട്സൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിൻ്റെ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിന് പറയാണ് ഇതിന് പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാനിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് സർജറി കഴിഞ്ഞതിൻ്റെ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നത് ഒരിക്കലും കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് നോക്കിയിട്ട് പറയണ സത്യമാണ് ഇവള് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ. അത് കേൾക്കുന്ന സമയത്ത് യു ആണെങ്കിൽ അറിയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ എനിക്ക് വിളിക്കിട്ട് പറഞ്ഞാൽ കൊടുക്കണം എന്ന് പറയുന്നത് സത്യം പറയുന്നത് പറയുന്നുണ്ട് കേട്ടോ. നീ പ്രഗ്നൻ്റ് ആണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ യു പറയണ അല്ല ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ കള്ളം പറഞ്ഞത് അതായത് ഇവർ തമ്മിൽ ഡിവോഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ യു പറയണ എന്നെ ഒന്ന് ട്രസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ അടിക്കാൻ പോകണ്ടല്ല നീ കാരണമെന്ന് അപ്പോൾ ഈ ടൈമിൽ വൂ തടയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ വൂ ആണെങ്കിലോ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിനക്ക് തന്നെ മനസ്സിലായെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. നമ്മുടെ പോവുകയാണെങ്കിൽ ഇവരുടെ കൂടെ തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ സമയത്താണെങ്കിൽ ഇവനെ കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവനാണെങ്കിൽ ഒരു സോഡ കുപ്പി കണ്ണാടി വെച്ച് നടക്കായിരിക്കും. ഈ സമയത്താണെങ്കിൽ ഫ്രണ്ട്സ് തട്ടിണ്ടായിരിക്കും കണ്ണാടാനിട്ട് ഇവൻ അഗ്ലെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനായിരിക്കും ഇവനെ കണ്ണട കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ തൊട്ട് നമ്മുടെ ഈ ഹൂനാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഇഷ്ടം. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് ആക്ച്വലി ആ പേഴ്സൺ നീ ആയിരുന്നു ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൂ പറയണം അതേന്നൊക്കെ പറയാനിട്ട് നമ്മുടെ വൂ പറയണേ എനിക്ക് ഇതിന് അന്ന് തൊട്ടേ ഇഷ്ടമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പ്ലീസ് എന്നെ ആക്സെപ്റ്റ് ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ ഒരു മാല കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനും ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രണ്ട്സ് എല്ലാവരും അവരുടെ അടുത്ത് പറയാണ്ട് യെസ് നിങ്ങൾ എന്തായാലും ഈ പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നല്ല കപ്പിളാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഡിവോഴ്സ്ഡാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ പൂവിനോട് ആ മാലിട്ട് തരാൻ പറഞ്ഞാൽ അവൻ ആ മാലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സിന് നല്ല ഹാപ്പി ഒക്കെ വേണ്ട. അങ്ങനെ നമ്മുടെ പൂവും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കൈ പിടിച്ചിട്ട് പറയണ എന്നെ ഒന്ന് വിശ്വസിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇവൻ പറയാണ് നിന്നെ ഞാൻ ഈ ജന്മത്തിൽ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇവൾക്കും ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം കാണിക്കണത് നമ്മുടെ വൂവിൻ്റെയും അതുപോലെ ഹീറോയിനും അതുപോലെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു പാർട്ടിയാണ് കേട്ടോ. അതായത് ഇവർക്ക് ആ കൊളാബറേഷൻ ഉണ്ടായിരിക്കുമല്ലോ ആ കമ്പനിയുടെ അതിൻ്റെ പാർട്ടി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കാണെങ്കിൽ ഇവരെല്ലാവരും ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഴിക്കുന്ന സമയത്താണെങ്കിലല്ലോ നമ്മുടെ യുവും വന്നിട്ടുണ്ടായിരിക്കുന്നുണ്ട്. അവളാണെങ്കിൽ വേഷം മറ്റരും വന്നിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് ഇവളും എന്താ പറയട്ടെ ഡ്രിങ്ക്സിൽ എന്തോ പൊടി കളർത്തുന്നുണ്ട് കേട്ടോ. മയങ്ങാനുള്ള പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇവരറിയണില്ല കേട്ടോ. എന്നിട്ട് ഈ സമയത്താണെങ്കിൽ ആ ഡ്രിങ്ക്സ് അവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഡ്രിങ്ക്സ് കഴിക്കാൻ എന്നിട്ട് ഇവിടെ പറയണത് ഇന്നത്തോടു കൂടി എല്ലാം അവസാനിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ അവിടേക്ക് ഹീറോ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനടുത്ത് സംസാരിക്കാണ്. ഓൾറെഡി ഇവന് മെമ്മറൊക്കെ റിക്കവർ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനടുത്ത് സംസാരിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വൂ പറയുന്നുണ്ട് ഇങ്ങനെ ഇവളടുത്ത് സംസാരിക്കേണ്ട ഇത് എൻ്റെ പെണ്ണാന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ യാതൊരു റിലേഷനാന്ന് പറഞ്ഞിട്ട് ഇവനോട് പുറത്ത് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണ് ഞാൻ ഡ്രിങ്ക്സ് കഴിച്ചാൽ എല്ലാവർക്കും തല കറങ്ങണ പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാവരും ബോധം കെട്ടി വീണ പോലെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് വന്നിട്ട് പറയാണ് അതായത് ഇപ്പോൾ ഇവർ കൊളാബറേഷൻ ചെയ്ത കമ്പനി ഉണ്ടല്ലോ ആ കൊളാബറേഷൻ ക്യാൻസൽ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾക്കാണെങ്കിൽ കുറച്ച് എമൗണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ മുടി പിടിച്ചിട്ട് പറയാണ് എല്ലാത്തിനും കാണക്കാരെ നീയാന്ന് പറയണത് നീ കൊല്ലുമെന്ന് പറയണ്ട. ആ സമയത്ത് വൂ പറയുന്നുണ്ട് നീ പറഞ്ഞത് എന്തും ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇവൾ കത്തി എടുത്തിട്ട് നമ്മുടെ ഹീറോയിനെ കുത്താൻ പോകേണ്ട. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുത്താവിന് കിട്ടേണ്ട. ആ സമയത്ത് ഇവളാണെങ്കിൽ കരയുണ്ട് കേട്ടോ. നീ എന്തിനെ ഇടയ്ക്ക് വന്നതെന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത് നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവളെ മിസ്സായിന്ന് പറയണ്ട. അങ്ങനെ പോലീസുകാർ വന്നിട്ട് ഇവളാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ ബോധം പോവാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവനെ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ബോധം തരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ്റെ എടുത്തിരിക്കണ കാണുന്നുണ്ടോ. ഇവരാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ വിളിക്കേണ്ട. ആ സമയത്ത് ഹീറോയിൻ ഞാൻ ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ അവിടെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഫൈനലി ഞാൻ ചോദിക്കുകയാണ് എനിക്ക് അവസാനമായിട്ട് ലാസ്റ്റ് ചാൻസ് കൂടി തരുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ചെയ്തൊക്കെ തെറ്റാന്ന് പറയുന്നുണ്ട് നീ ക്ഷമിക്കുന്നൊക്കെ പറയണേ എനിക്ക് മെമ്മറി ലോസ് ആയ ടൈമിലല്ല നിങ്ങൾക്ക് സംഭവിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നമുക്ക് നല്ല ഫ്രണ്ടാവെന്ന് പറയുന്നുണ്ട് എനിക്ക് എന്നോട് ആ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ തമ്മിലുള്ള റിലേഷനൊക്കെ എന്നാ അവസാനിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവളും ബായി പറഞ്ഞാൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കും ഭയങ്കര വിഷമിക്കാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് നമ്മുടെ പൂവും ഹീറോയിനും അബ്രോഡ് പോകാൻ പോകാൻ കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു തിങ്സ് ഒക്കെ പാക്ക് ചെയ്തിട്ട് കാറിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്ലവറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവൾ ഓൾമോസ്റ്റ് പോയിട്ടുണ്ടായിരിക്കണ്ട. അതിനുശേഷം ഇവനും അവരെ സാഡായിട്ട് ഇരുന്ന് കരയുന്നുണ്ട്. പിന്നീട് അവൻ്റെ വീടാണ് കാണിക്കുന്നത്. അവൻ്റെ സെർവൻ്റ് ആണെങ്കിൽ അവൻ്റെ തിങ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനെ എവിടെയാണ് നമ്മുടെ ഹീറോ ആണെങ്കിൽ
ന്യൂസിലൂടെ കാണുന്നുണ്ട്. കാരണം ആ ഒരു കൊളാബറേഷൻ കിട്ടുമല്ലോ കമ്പനിയുടെ. അങ്ങനെ അവൾ ഒരു സ്പീച്ച് കൊടുക്കണമെങ്കിലും കാണുന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാണ്ടാണ് അവളുള്ള പ്ലേസ് ഹീറോ പറയണേ ഞാൻ എന്തായാലും അവളെ കൊണ്ടുവരുന്നു പറയുന്നുണ്ട് കേട്ടോ. അതായത് എൻ്റെ ലവറും എൻ്റെ വൈഫ് അവൾ തന്നെയാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ ഉണ്ടല്ലോ പഠിക്കുന്ന ടൈമിൽ, ആ ഫോട്ടോ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുകയാണെങ്കിൽ ഇത്ര നാളെ എനിക്ക് വെയിറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു സീനും കാണിച്ചാണ് ഈ ഡ്രാമ എൻ്റെ ആവണത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.